അപ്പോൾ നമുക്ക് പെരിമീറ്റർ ആൻഡ് ഏരിയയുടെ പാർട്ട് 5 ഒരു ക്വസ്റ്റ്യനോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനായിരിക്കും ഒരു പ്രോബ്ലം. ഓക്കെ, സോ വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് എ റെക്റ്റാങ്കുലർ പാർക്ക്? എന്താ പറഞ്ഞേക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ ഒരു റെക്റ്റാങ്കുലർ പാർക്ക് ഉണ്ടെന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് വരയ്ക്കണം, ഒരു റെക്റ്റാങ്കിൾ അങ്ങ് വരച്ച് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ റെക്റ്റാങ്കിളിനെ പറ്റിയാണ് മനസ്സിലായി. ഓക്കെ, റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ബാക്കി എന്താ പറയുന്നത്? ഹൂസ് ലെങ്ത് ഈസ് 150 മീറ്റർ. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണ് മക്കളെ? 150 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഞാൻ എല്ലാക്കി എടുത്തു. അത് എന്താണ്? 150 മീറ്റർ. ഓക്കെ, ഫൈൻ. ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 120. ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് പറയുന്നത്? 120 മീറ്റർ എന്നാണ് അല്ലേ. ഓക്കെ, എങ്കിൽ ഇഫ് ഫെൻസിങ് കോസ്റ്റ് ഈസ് 40 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഈ പാർക്ക് ഇതൊരു റെക്റ്റാങ്കുലർ പാർക്കാണ് അല്ലേ. ഓക്കെ, ഈ പാർക്കിൽ എന്തൊക്കെയുണ്ട്? അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ ഈ പാർക്കിന് ചുറ്റാകെ എന്ത് ചെയ്യാൻ പോകണം? ഒരു ഫെൻസ് ഉണ്ടാക്കാൻ പോകണം അല്ലേ. ഫെൻസ് എന്നതിൻ്റെ ചെറിയൊരു മതിൽ. ഓക്കെ, ഒരു മതിൽ പോലെ എന്ത് ചെയ്യാൻ പോകണം? അവർ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതുപോലെ എന്ത് ചെയ്യാൻ പോകണം? ഒരു മതിലുണ്ടാക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അവർ മേ ബി ഒരു കോൺട്രാക്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആൾ പറഞ്ഞിട്ട് എന്താണ് 1 മീറ്റർ. ഓക്കെ, 1 മീറ്റർ ഫെൻസ് ഉണ്ടാക്കുന്നതിന് അവർ എത്ര രൂപ എന്നാണ് പറഞ്ഞത്? 40 റുപ്പീസ് എന്നാണ്. ഓക്കെ, 1 മീറ്റർ ഫെൻസ് ചെയ്യുന്നതിന് 40 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാർക്ക് മുഴുവൻ ഫെൻസ് ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ ഏരിയ ആണോ വേണ്ടത്, പെരിമീറ്റർ ആണോ വേണ്ടത്? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇത് ഫെൻസിങ് ആണ്, നമുക്ക് ചുറ്റിനുള്ള അളവാണ് വേണ്ടത് അല്ലേ. സോ ഇറ്റ് മസ്റ്റ് ബി ദ പെരിമീറ്റർ. ഓക്കെ, ഏരിയ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഏരിയ ക്വസ്റ്റ്യൻ പെരിമീറ്റർ ക്വസ്റ്റ്യൻ തിരിച്ചറിയുക? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇപ്പോൾ ടൈൽസൊക്കെ ഇടുന്നൊരു ക്വസ്റ്റ്യനാണ്. മേ ബി ഈ പാർക്കിൽ എന്താണ് ടൈലിട് എന്തെങ്കിലും ഗ്രാസൊക്കെ വെച്ച് പിടിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചുറ്റാകല്ലേ ഫെൻസ് ചെയ്യുന്ന, നമ്മൾ എന്താണ് അതിൻ്റെ ചുറ്റാകാണ് അല്ലേ, അതിനുള്ളിലല്ല. സോ നമുക്കിവിടെ വേണ്ട എന്താണ്? പെരിമീറ്ററാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു വാട്ട്? 2 മൾട്ടിപ്ലൈ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. യെസ്, ഇവിടെ ലെങ്ത് എത്രയാണ്? 150. സോ 2 മൾട്ടിപ്ലൈ 150 പ്ലസ് നമ്മുടെ ബ്രെഡ്ത്ത് എത്രയാണ്? 120. 150 120 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് എന്ത് ചെയ്താൽ മതി? 15 + 12 ചെയ്താൽ മതി അല്ലേ. 0 എടുത്തുക. ഓക്കെ, 5 + 2 7 2. ഓക്കെ, 270 അല്ലേ. 2 × 270. സോ 2 × 270ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? 27 × 2 ചെയ്താൽ മതി അല്ലേ. സോ 14 എന്താണ് 5. ഇതിന് 0 കൊടുക്കണം അല്ലേ. 540. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇതിൻ്റെ പെരിമീറ്റർ കിട്ടി 540 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ്, ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 540 മീറ്ററാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് ടോട്ടൽ ഫെൻസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാവും? സോ ഇവിടെ പറയുന്നുണ്ട് 1 മീറ്ററിന് എത്രയാണ്? 40 റുപ്പീസാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 മീറ്ററിന് എത്രയായിരിക്കും? 80 റുപ്പീസ് ആയിരിക്കും അല്ലേ. 3 മീറ്റർ എത്രയായിരിക്കും? 120 മീറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ 540 മീറ്ററിന് എത്രയായിരിക്കും? 540 × എന്ത് ചെയ്താൽ മതി? 1 മീറ്ററിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഫെൻസിങ് 540 മീറ്റർ അല്ലേ. നമുക്ക് എന്ത് ചെയ്താൽ മതി? 540 × എന്ത് ചെയ്താൽ മതി? 1 മീറ്ററിൻ്റെ എത്രയാണ്? 40 റുപ്പീസ് അല്ലേ. യെസ്, സോ ദാറ്റ് ഈസ് 540 × 40. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 54 × 4 ചെയ്താൽ മതി അല്ലേ. യെസ്, ദാറ്റ് ഈസ് 54 × 4 എത്രയാ? 16. 1 ഹിയർ 20 21. സോ 216. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് എന്ത് ചെയ്യാം? 2 0 കൊടുക്കുക അല്ലേ. സോ 0 0. എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? എന്തായിരിക്കും? റുപ്പീസ് അല്ലേ. ഇവിടെ മീറ്റർ നിട്ട് വയ്ക്കരുതാരും, കാരണം എന്താണ്? ഇത് ഇതിൻ്റെ കോസ്റ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. സോ ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിന് എന്താണ് മേ ബി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഏരിയയുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്, ഇതിൽ ഏരിയ ആണോ കണ്ടുപിടിക്കേണ്ടത്, പെരിമീറ്റർ ആണോ കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ കൺഫ്യൂഷൻ വരാറുണ്ട്. കൺഫ്യൂഷൻ വരാതിരിക്കുക ഒന്നുമില്ല. എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ വന്നിട്ട് അതിന് ചുറ്റാകാൻ മതിൽ കെട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? ഓഫ് കോഴ്സ് അത് പെരിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഏരിയ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ
ഗ്രൗണ്ടിൽ എന്താണ് ഇപ്പോൾ ടൈലിടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു പാർട്ട് എടുക്കും അല്ലേ. യെസ്. സോ ഇങ്ങനൊരു പാർട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ ആയിരിക്കും. അല്ലാതെ അതിൻ്റെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് പെരിമീറ്റർ ആയിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഏരിയയുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, വിൽ സീ യു ലേറ്റർ. താങ്ക് യു.